കലോത്സവത്തിന്റെ ആദ്യ ദിനത്തിലെ സമഗ്ര വിശേഷങ്ങളുമായി മേഘമാധവൻ. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം അങ്ങനെ കൊട്ടിക്കയറുകയാണ്. ആദ്യ ദിനത്തെ കലാപരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഏകദേശം അവസാനത്തോട് അടുത്തു കഴിഞ്ഞു. വലിയ ജനപങ്കാളിത്തം, ഒപ്പം ഏഷ്യയിലെ ഏറ്റവും വലിയ കലോത്സവം കാണാൻ തിരുവനന്തപുരത്തെ ആസ്വാദകരൊക്കെ തന്നെയും എത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ വേദികളും സജീവമായി തന്നെ മത്സരം നടക്കുന്നു. രാവിലെ പ്രധാന വേദിയായ നിളയിൽ സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിച്ചത്. അതിനുശേഷമാണ് പരിപാടികൾ ആരംഭിച്ചത്. MTക്ക് ആദരമർപ്പിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി തന്റെ പ്രസംഗം ആരംഭിച്ചത്. അതിനു പിന്നാലെ വെള്ളാർമലയിലെ കുഞ്ഞുങ്ങളെ പ്രശംസിച്ച് മുഖ്യമന്ത്രി സംസാരിച്ചു. കുഞ്ഞുങ്ങളുടെ നൃത്തം എന്നത്, നൃത്തശില്പം എന്നത് അതിജീവനത്തിന്റെ പ്രതീകമാണ്. മത്സരത്തിൽ പങ്കെടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. മത്സരബുദ്ധി അല്ലാതെ ഇതേ രീതിയിൽ തന്നെ മികച്ച പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ട് മത്സരത്തെ നോക്കിക്കാണാൻ വിദ്യാർത്ഥികൾക്ക് കഴിയണമെന്നും മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. കലാപ്രകടനം എന്നതിലുപരി അതിജീവനത്തിൻ്റെ കൂടി നേർക്കാഴ്ചയാവുകയാണ് ഈ കലോത്സവ വേദി എന്നതിൽ അതിയായ സന്തോഷമുണ്ട്. നമ്മുടെ നാടിൻ്റെ സാംസ്കാരിക ഉന്നമനത്തിനായി നാളെ ഈ സമൂഹത്തെ ഒന്നടങ്കം മുന്നിൽ നിന്ന് നയിക്കേണ്ടവരാണ് ഇതിൽ പങ്കെടുക്കുന്ന നിങ്ങൾ ഓരോരുത്തരും. ആ ബോധ്യത്തോടെയുള്ള ഈ കലോത്സവത്തിലെ പങ്കാളിത്തമാണ് വിജയത്തേക്കാൾ വലിയ നേട്ടം. ഉദ്ഘാടന ചടങ്ങിന് പിന്നാലെയാണ് വെള്ളാർമല സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച നൃത്തശില്പം അരങ്ങേറിയത്. അതിജീവനത്തിന്റെ, മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു അതിജീവനത്തിന്റെ പ്രതീകമായി മാറി. നിറഞ്ഞ കയ്യടികളോട് കൂടിയാണ് വിദ്യാർത്ഥികളെ ഈ സെൻട്രൽ സ്റ്റേഡിയം സ്വീകരിച്ചത്. അതിനു പിന്നാലെ വേദികൾ സജീവമായി ഉണരുകയും ചെയ്തു. ഓരോ മത്സരങ്ങളായി അരങ്ങേറി. പ്രധാന വേദിയായ നിളയിൽ മോഹിനിയാട്ട മത്സരമാണ്. ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെ മോഹിനിയാട്ട മത്സരം നടന്നു. അതിനു പിന്നാലെ ഇപ്പോഴും സംഘനൃത്ത മത്സരം നടന്നുകൊണ്ടിരിക്കുന്നു. മറ്റ് എല്ലാ വേദികളിലും ഒരുപാട് കളർഫുൾ ഇനങ്ങൾ ഇന്നുണ്ടായിരുന്നു. മാർഗംകളി, പൂരക്കളി, അങ്ങനെ ഒപ്പന, അങ്ങനെ ഒരുപാട് കലാ ആസ്വാദകരെ ഈ മത്സരങ്ങളിലേക്ക് അല്ലെങ്കിൽ കാഴ്ചകളിലേക്ക് അടുപ്പിക്കുന്ന നിരവധി കലാപ്രകടനങ്ങളാണ് ഇന്നുണ്ടായത്. തദ്ദേശീയമായ കലകൾ ഈ കലോത്സവ മേളയിലേക്ക് എത്തുന്നു എന്നതാണ് ഇത്തവണത്തെ കലോത്സവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത്തരത്തിലൊരു ഇനം കൂടി ഇന്ന് ഈ വേദികളിൽ അരങ്ങേറി. അതും മികച്ച കയ്യടികൾ കൂടിയാണ് അരങ്ങേറിയത്. ഏതായാലും വലിയ ആസ്വാദന വൃന്ദം തന്നെ ഇവിടെയുണ്ട്. തിരുവനന്തപുരം അങ്ങനെ നദികളായി ഒഴുകുകയാണ്. വിവിധ നദികളുടെ നാമധേയത്തിലുള്ള വേദികളാണ് ഉള്ളത്. എല്ലാ വേദികളും സജീവമായി തന്നെ മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും മത്സരങ്ങൾ നടക്കുകയാണ്.